ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. വളരെ പ്രിയപ്പെട്ട ചേട്ടൻ നമ്മളോട് പറയുകയാണ്. ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ട് തന്നെ സംഭവിച്ചതെന്ന് എനിക്ക് പറയാം. കുറച്ച് ആളുകൾ രോഗമായി കിടക്കായിരുന്നു. എങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു യോഗമാണ് ഇതിൽ നമുക്ക് പുതിയമായിട്ട് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ തിരുത്തമത്തിൽ പങ്കെടുക്കുമ്പോൾ പങ്കെടുത്ത് നമുക്ക് ചെയ്തു തന്നിട്ട് എല്ലാ ഉപകാരങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം ചോദിക്കാം. പ്രത്യേകിച്ച് ഇടവക പള്ളിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒത്തിരിയേറെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ ഈ യോഗാംഗമാണ്, ഈ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. അതുപോലെ പള്ളിയിലെ ഒത്തിരി കാര്യങ്ങളിൽ സാമ്പത്തികമായിട്ടും അല്ലാതെയും മറ്റു തരങ്ങളിലൊക്കെ പല വിധത്തിലും കാര്യങ്ങളോടൊക്കെ സഹകരിച്ച് പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ അവസരത്തിൽ ചേട്ടനോട് അവരുടെ പേരിൽ സ്വീകരിച്ചതെന്നുള്ള പേരിൽ ഞങ്ങളുടെ കൃത്യമായിട്ട് അറിയിക്കുകയാണ്. ഒത്തിരി പേർക്ക് ഒത്തിരി സഹായങ്ങളും നമുക്ക് ചെയ്ത് കടന്നു പോകുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ദൈവം അതിനുള്ള പ്രതിഫലം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ ഏർപ്പാടിൽ ലഭ്യമായിരിക്കുന്ന ഭാര്യയെയും മക്കളെയും മരുമക്കളെയും കുട്ടികളേക്ക് പ്രത്യേകമായിട്ട് ദൈവം ആശ്വസിപ്പിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും കുറിക്കുന്ന എല്ലാവരുടെയും പ്രത്യേകിച്ച് ഇടവകയുടെയും ഈ യൂണിറ്റിൻ്റെയും യൂണിറ്റ് അംഗങ്ങളെയും ഒക്കെ അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കാം. കുടിക്കുന്ന അച്ഛന്മാരുടെയും ഒത്തിരി അച്ഛന്മാർക്ക് ഒത്തിരി പരിചയമുണ്ട്. പല കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാ അച്ഛന്മാരുടെ പേരിലുള്ള അനുശോചനം ഇത് നമുക്ക് അറിയിക്കുക. മാനുഷികമായ കുറവുകളും പോരായ്മകളും നമുക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ നമ്മുടെ വലിയ കടമയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമുക്ക് ഈ കുടുംബത്തിൽ തുടർന്നും അദ്ദേഹത്തിനാണ് സാധിക്കുന്നത് പ്രാർത്ഥിക്കാം. അതുപോലെ കുറവുകൾ കർത്താവ് ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, അങ്ങയുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ
കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പങ്ങൾ പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവിടുത്തെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ സമാധാനം. മണ്ണിൽ നിന്ന് ആർത്തെ സൃഷ്ടിച്ചവരും അയാളെ സന്താനം ഉത്താനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണേ. നൃപനാം മിശിഹാ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിയാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം കേൾപ്പേരും. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പലവീതിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയാൽ എതിരേൽപ്പിന്നു നിരന്നീനം. ആനന്ദത്തിൻ മണിയറയിൽ സ്ഥിരമായി വാണിടും അവരെല്ലാം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 4:13-18 വരെയുള്ള തിരുവചനങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരുടെ കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗ്രഹമാക്കുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന നമ്മുടെ കർത്താവിന്റെ വാക്കുകയും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാനയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാണ് നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും നമ്മുടെ കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ്
തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയിർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയിർപ്പിനുമായി പുറത്തു വരും. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച, ഫിനോഷച്ച, വർഗീച്ചേട്ടൻ്റെ പ്രിയപത്നി അൽഫോൻസ് ചേച്ചി, മക്കൾ, മരുമക്കൾ, കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, വർഗീച്ചേട്ടൻ്റെ അന്ത്യയാത്രയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ മൃതസംസ്കാര ശുശ്രൂഷകളുടെ ഇടയിൽ മുടി അണിയിച്ചുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥന, ഓരോ ശ്ലീഹായുടെ തിരുവചനങ്ങൾ: ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വർഗീച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളിൽ നിന്നും വിടവാങ്ങി പോകുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ ഈ ലോകത്ത് തന്നെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ നിറവേറ്റിയതിൻ്റെ ആത്മസംതൃപ്തിയായിട്ട് മടങ്ങാനായിട്ട് സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. തൻ്റെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം വർഗീച്ചേട്ടൻ സഭയ്ക്കും പൊതുസമൂഹത്തിനും ഏറെ സ്വീകാര്യമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ്. നേരത്തെ തുടക്കത്തിൽ വികാരിയച്ഛൻ സൂചിപ്പിച്ചതുപോലെ പള്ളിയുടെയും ഇടവകയുടെയും പ്രവർത്തനങ്ങളിലെല്ലാം എന്നും സജീവമായിട്ട് വർഗീച്ചേട്ടൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഇടവകയിൽ കണക്ഷനിൽ പോയിട്ടുള്ള അച്ഛന്മാരൊക്കെ ഏറെ സ്നേഹത്തോടെ വർഗീച്ചേട്ടനുമായിട്ടുള്ള ആത്മബന്ധം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലരും ഇന്നലെ വൈകിട്ടൊക്കെ വന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇപ്പോഴത്തെ കോവിഡിൻ്റെ സാഹചര്യത്തിൽ എല്ലാവരും ഒരു സമയത്ത് വരിക അസാധ്യമായതുകൊണ്ട് ഇന്നലെ മരണവാർത്ത കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. തീർച്ചയായിട്ടും അത് ആ വർഗീച്ചേട്ടൻ ജീവിതകാലത്ത് സൂക്ഷിച്ചിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ അടയാളം തന്നെയാണ്. പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നില്ല. തൻ്റെ സങ്കടവ് വ്യാപാരികളുടെ അടുത്തും അതുപോലെ സാംസ്കാരിക മേഖലയിലും ഒക്കെ പൊതുസമൂഹത്തിൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ജനോപകാരപ്രദമായ പരിപാടികളിലുമൊക്കെയും അവരുടെ സംഘാടനത്തിലും വിവിധ സംഘടനകളുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ സജീവ സാന്നിധ്യമായിട്ട് എല്ലാവരോടും ഇഴയെടുപ്പമുള്ള നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വർഗീച്ചേട്ടന് സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഒത്തിരി നല്ല ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ തന്നെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, സമൂഹത്തോടും കുടുംബത്തോടും തൻ്റെ കടമകൾ വിശ്വസ്തയോടെ നിറവേറ്റിയതിൻ്റെ ആത്മസംതൃപ്തിയോടെ തന്നെയാണ് വർഗീച്ചേട്ടൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോവുക. രോഗത്തിൻ്റെ ഒരു കാലഘട്ടവും രോഗത്തിൻ്റെ വേദനകളും സഹനങ്ങളൊക്കെ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ സഹനങ്ങളോട് ചേർന്ന് തൻ്റെ ജീവിതത്തെ ഇന്ന് നിത്യസമ്മാനത്തിനായിട്ട് വർഗീച്ചേട്ടൻ സമർപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ വർഗീച്ചേട്ടൻ നമുക്ക് ഓർക്കാം. കുറവുകളോ പോരായ്മകളോ തൻ്റെ ജീവിതകാലത്ത് വന്നിട്ടുള്ളവ ഈശോയുടെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് തമ്പുരാൻ്റെ നിത്യസമ്മാനത്തിന് അർഹനാകാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെയും ഫിനോഷത്തിൻ്റെയും അതുപോലെ നമ്മുടെ ഇടവകയിൽ കൊണ്ടിരുന്നിട്ടുള്ള വൈദികരുടെയൊക്കെ പേരിൽ കടശാലയുടെ പൊതുസമൂഹത്തിൻ്റെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ വർഗീച്ചേട്ടൻ്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ടും ദൈവഭക്തി അൽഫോൻസ് ചേച്ചി, മക്കൾ, മരുമക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടുകൂടെ അനുശോചനം അറിയിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് വർഗീച്ചേട്ടനെ തുടർന്ന് ഓർക്കാം. നമ്മുടെ ബലിവേദികളിൽ വർഗീച്ചേട്ടനെ സമർപ്പിക്കാം. അതാണ്
നമുക്ക് തിരിച്ച് നൽകാൻ പറ്റുന്ന സ്നേഹം. നമുക്ക് ഒന്ന് ചേർന്ന് പ്രതിജ്ഞ പ്രാർത്ഥനകളോടുകൂടെ വിശ്വാസത്തോടുകൂടെ യാത്രയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകത്ത് പുറപ്പെടുന്ന ഞങ്ങളെ ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ മുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുപത്താറും വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, ഈ ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിനെ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുറയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ കൊടുക്കുന്നവരുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ കൊടുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവായ ക്രിസ്തുവിനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിലറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിൽ പുണ്യാത്മാരുടെ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്യങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സ്ത്രീനാകുന്നു. ഞങ്ങൾ ജീവനെ കാണും ആത്മാവിന് പ്രത്യാശയും അങ്ങാകുന്നു. ജീവനെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യ നീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ.
വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നശ്വരമുലകിൽ എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം അവയെല്ലാം കടന്നു കഴിവില്ലാത്തോ കവയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര എന്നുവന്നേക്കും. സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം വിശിഹാനാദം പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന പക്കലെത്തട്ടെ. പരിഭാവനമാം ദൈവിക ഭവനം പോകുന്നേരം സ്നേഹാർദ്രതയാം പ്രിയജനമേ അനുദിനമറിവോർക്കണമെന്നേ. സ്നേഹമുള്ളവരെ, ഭക്തന് വേണ്ടിയുള്ള കുർബാനയും ഒഫീസും മറ്റു കർമ്മങ്ങളും 5-ാം ദിവസം, അതായത് വെള്ളിയാഴ്ച രാവിലെ 6:30 മണിക്ക് ഉള്ള കുർബാനയോട് കൂടിയാണ്. ഇത് അറിയിപ്പായിട്ട് എല്ലാവരും സ്വീകരിക്കുക. ഇത് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത് ശ്രമിക്കുക. നമ്മുടെ ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും എത്തിച്ചേർന്നുള്ള ഒത്തിരി താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാവർക്കും വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ, വരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒറ്റ വീട്ടുകാരും വളരെ അടുത്ത ആളുകൾ മാത്രം പള്ളിയിലേക്ക് വന്നാൽ മതി എന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ കോവിഡിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് ബാക്കിയുള്ളവർ മനസ്സുകൊണ്ടൊക്കെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. എൻ്റെ വീട്ടുകാരും വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം പള്ളിയിലേക്ക് വന്നാൽ മതി. നമ്മളതിനെ പ്രത്യേകിച്ച് എല്ലാവരും സഹകരിക്കണം എന്ന് ചോദിക്കുന്നു. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ, ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ.
ജീവിതനാളിലൻ ചെയ്തികൾ വല്ലതും വേദന നിങ്ങളിൽ ഏകിയെങ്കിൽ എൻ കുറവുകളൊക്കെയും സദയം ക്ഷമിച്ച് എന്നാത്മാവിനായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ, ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. ജീവിതനാളിലൻ ചെയ്തികൾ വല്ലതും വേദന നിങ്ങളിൽ ഏകിയെങ്കിൽ എൻ കുറവുകളൊക്കെയും സദയം ക്ഷമിച്ച് എന്നാത്മാവിനായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. സഹനത്തിൻ നാളിൽ മോദത്തിൻ നാളിൽ എൻ കൂടെ നടന്നവരെ ഓർത്തിടും ഞാൻ. ദുഃഖമില്ലവിടെ, ദുരിതമില്ലവിടെ, ആത്മാവിൽ ആനന്ദ നിർവൃതിയാണവിടെ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ.
നിങ്ങളെ വിട്ടങ്ങ് പോകുന്നെങ്കിലും എൻ സ്നേഹം നിങ്ങളെ വിട്ടുപോകില്ല. പ്രാർത്ഥിച്ചിടും ഞാൻ നിങ്ങൾക്കായെന്നും സ്വർഗീയ തീരത്ത് ചേർന്നിടും വരെയും. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ, ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പൈതൃകമായ പരിപാലന ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ മരണം തയ്യാറാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി നീ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉപദാശകളാൽ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരുമാക്കിയ പാലകരമായ പുരോഹിതരെ ദൈവവചനമുള്ള ആത്മാവിനെ പോഷിപ്പിക്കുന്ന നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർത്തിച്ച് അക്ഷയരാക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ അറിയിച്ചുയരും സുവിശേഷത്തിൽ ഇത് വാഗ്ദാനങ്ങൾ
സ്റ്റെപ്പ് നോക്കട്ടെ മക്കളെ. നോക്കിട്ടോ, ബാക്ക് നോക്കിട്ടോ. ആ റെഡി. വാ ഈ സൈഡിലേക്ക് വാ. അത്തിരിക്കട്ടോ, തല അങ്ങോട്ട് പോകണ്ട. പിന്നോട്ടാണ് കേട്ടിരിക്കട്ടോ. ആകാശത്തിൻ അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പാവനിക്ക് കുറുതി കൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവേ, നിന്നെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരുടെ കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെ നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാരുണ്യവിടും വാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കാരുണ്യമിടും വാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കറയറ്റവരായി ചില മഹിമാവിൽ നിന്നെ വിളങ്ങും മുഖമൊടുകൾ വിട്ടെഴുന്നേൽക്കും മനുജനുഭാഗ്യം. കാരുണ്യമിടും വിധിയാൽ വാനവരാജ്യം നേടും മനുജനുഭാഗ്യം. വരിക നിനക്കായി ആദി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക, നാഥനിൽ നിന്നിതു കേൾക്കും മനുജനുഭാഗ്യം. നാദരണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും
നീതിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങേ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമയെ ഏർപ്പിച്ച കർത്താവെ, ശബ്ദമഹനീയമായ നിധിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ കരുണാപുറം ജീവിപ്പിക്കണമേ. ജീവിക്കുന്ന ഹൃദയാപുറം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ അർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസ്ലത്തേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മിശിഹായുടെ മൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നമ്മിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നമ്മളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ.